ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു ചാനലിൽ ഞാൻ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് എൻ്റെ പ്രൊഫഷൻ എന്താണ്, എവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ചെയ്തുകൊണ്ടിരുന്ന ജോബ് കഴിഞ്ഞ നവംബറിൽ ഞാൻ അവസാനിപ്പിക്കുകയുണ്ടായി. സോ ആ ലാസ്റ്റ് ഡേയ്സിൽ പലപ്പോഴായിട്ട് ഞാൻ എടുത്ത കുറച്ച് ക്ലിപ്സ് മേർജ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. നിലമ്പൂർ മൈലാടിയിലുള്ള അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. യാത്രാ സൗകര്യം കൂടുതൽ നല്ലത് ഇവിടുന്നായിരുന്നതിനാൽ എൻ്റെ നാടായ എടവണ്ണയിൽ നിന്നാണ് ഞാൻ കോളേജിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. രാവിലെ ഒരു 8:20, 8:30 ഇറങ്ങിക്കഴിഞ്ഞാൽ 9:30 ആകുമ്പോഴത്തേക്ക് സുഖമായിട്ട് എനിക്ക് കോളേജിലെത്താൻ പറ്റും. നിലമ്പൂര് ചന്തക്കുന്ന് ബസ് ഇറങ്ങിയ ശേഷം അകമ്പാടം വെള്ളിമുറ്റം ഭാഗത്തേക്കുള്ള ബസ്സിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പല ദിവസവും ഈ ബസ്സിൽ സൂചി കുത്താനുള്ള സ്പേസ് പോലും ഉണ്ടാവലില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓട്ടോ എടുത്തിട്ടും പോകും. ഇതാണ് ഞങ്ങളെ അമൽ കോളേജ്. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ അവിടെ നിന്നും പോകുന്ന ഏകദേശം 3 മാസം കഴിഞ്ഞ ശേഷമാണ്. ഇപ്പോൾ ഈ ക്ലിപ്സൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിക് ഫീലിങ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇതാണ് നമ്മുടെ ന്യൂ ബ്ലോക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും രാവിലെ ഇവിടെ ഓഫീസിലെത്തി സൈൻ ചെയ്ത് പഞ്ച് ചെയ്ത ശേഷം മാത്രമേ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ പറ്റൂ. ഈ ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ ഡോംസ് ഉള്ളത്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. ഈ ലിസ്റ്റിലെ 4ാമത്തെ പേരുണ്ടല്ലേ, അതാണ് ഞാൻ. മുൻപ് കൊമേഴ്സും മാനേജ്മെൻറ്റ് സ്റ്റഡീസും ഒരേ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നതിനാൽ നമ്മുടെ ക്ലാസ് റൂംസിൽ 2 ഇപ്പോഴും കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബിൽഡിങ്ങിലാണുള്ളത്. ഈ ഒരു ജോലിയിൽ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്ലാസ് എടുക്കൽ മാത്രമൊന്നുമല്ല. പലപ്പോഴും നമ്മൾ കുട്ടി ടീച്ചേഴ്സിനെ കൊണ്ട് ക്ലാസ്സസ് എടുപ്പിക്കാറുണ്ട്. അവർക്ക് എക്സാംസ് ഉള്ള സമയത്ത് ഇൻവിജിലേഷൻ ഡ്യൂട്ടി എടുക്കേണ്ടി വരാറുണ്ട്. പല രീതിയിലുള്ള അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് മീറ്റിംഗ്സ് ഇടയ്ക്കിടയ്ക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇതിനെല്ലാം പുറമെ പ്രധാനമായിട്ടും പല രീതിയിലുള്ള സെമിനാർസ്, വർക്ക്ഷോപ്സ് ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുറത്തു നിന്നുള്ള ഗസ്റ്റുകളൊക്കെ വെച്ചിട്ട് ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഇടയ്ക്കൊക്കെ കുട്ടികളും നമുക്ക് വേണ്ടി സ്നേഹത്തോടെ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ നവംബർ മാസത്തിലെ അവസാനത്തെ കുറച്ച് ദിവസങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഒരുപാട് സർപ്രൈസ് എലമെൻറ്റ്സ് എനിക്ക് വേണ്ടിയിട്ട് ആ ദിവസങ്ങളിലുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, അമൽ കോളേജിലെ ജോലി ഞാൻ രാജിവെക്കുകയുണ്ടായി. അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. അപ്പോൾ നമ്മൾ നാസിയ മിസ്സിനെ സർപ്രൈസ് ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ മിസ്സിന്റെ റിയാക്ഷൻ. ഇവര് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഇയർ BBA സ്റ്റുഡൻസ് ആണ്. ഞാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യമായിട്ട് എനിക്കൊരു സെൻഡ് ഓഫ് പാർട്ടി ഓർഗനൈസ് ചെയ്തത് ഇവരാണ്. ഇതാണ് ഡിപ്പാർട്ട്മെന്റിലെ എൻ്റെ കൊളീഗ്സ്. പിള്ളേര് പൊളിയാണ്. ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവർക്ക് എക്സാം ആയിരിക്കും എന്നുള്ളതുകൊണ്ട് എനിക്ക് സെൻഡ് ഓഫ് തന്നത് ഇത്തിരി നേരത്തെ പോയി എന്ന് മാത്രം. മിസ്സേ ഇടയ്ക്കൊക്കെ വരണോ മിസ്സേ? ഇടയ്ക്ക് വരണം. അല്ല എനിക്ക് മിസ്സിനെ കൊണ്ടോ? ഇനി സെക്കൻഡ് ഇയേഴ്സ് വന്ന് സെൻഡ് ഓഫ് കാണാം. ഇവരും ഞാനും തമ്മിൽ ഒരു സ്പെഷ്യൽ ബന്ധമുണ്ട്. ഞാൻ അമൽ കോളേജിലെത്തിയിട്ട് ആദ്യമായിട്ട് ക്ലാസ് എടുത്തത് ഇവർക്കായിരുന്നു. മാത്രമല്ല ഇവരുടെ ഫസ്റ്റ് ഇയറിൽ ഞാനായിരുന്നു അവരുടെ ക്ലാസ് ട്യൂട്ടർ.
അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എല്ലാം ഇടപെടേണ്ടിയിരുന്നത് ഞാനായിരുന്നു. എന്നെ ഒരുപാട് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ഇവര്. പക്ഷേ അതുപോലെ തന്നെ ഒത്തിരി നല്ല ഓർമ്മകളും എനിക്ക് ഇവരെ തന്നിട്ടുണ്ട്. ഞാൻ ഇവരുടെ കൂടെ പലപ്പോഴായി എടുത്തിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് മേർജ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫോട്ടോ ഫ്രെയിം എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് ഈ ക്ലാസ്സിലെ സ്റ്റുഡൻറ് ഓൺട്രപ്രണറായ ഹിബയാണ്. ഞങ്ങൾ ഒരുമിച്ച് വാഗമണിൽ പോയപ്പോൾ എടുത്ത് ഈ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് തന്നത് ഈ ക്ലാസ്സിലെ മറ്റൊരു സ്റ്റുഡൻറ് ഓൺട്രപ്രണറായ നിതയാണ്. നിങ്ങളെ ബാച്ചാണ്. ഞാൻ വന്ന് കയറിയത് നിങ്ങളെ ക്ലാസ്സിലേക്കായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ ഇവിടുന്ന് ടീച്ചേഴ്സ് പറയണൊക്കെ എന്തിനാണ് നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയണത്. നിങ്ങൾക്കത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ജോലിക്കൊക്കെ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് നോക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അത് എന്തിനാണ് ഈ പറഞ്ഞത് മനസ്സിലാവുള്ളൂ. നല്ല കാര്യങ്ങൾ ആരും പറഞ്ഞാൽ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. ആ രീതിയിൽ നിങ്ങൾ നല്ല കുട്ടികളായിട്ടും കൂടെ അറിയപ്പെടുക. ഓൾറെഡി എനിക്ക് സഫാൻ സാർ നിങ്ങളെ പറ്റി നല്ലൊരു ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. മോട്ടിവേഷൻ വിസിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് സാറ് പറഞ്ഞത് മിസ് ഇതുപോലെ ട്യൂട്ടർ എന്നാണ്. കുട്ടികളാണ് എന്ന് പ്രത്യേക സാർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കൊണ്ടും പറയും. അഭിപ്രായങ്ങൾ പറയാം. ഓണസ്റ്റ്ലി നമ്മൾ ഇത്രയും കാലം കൂടെ വന്ന് വളരെ കുറച്ച് അധ്യാപകരോട് നമുക്ക് ഒരാളാണ് മമ്പാട് കോളേജിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടുത്തെ ഫാക്കൽറ്റീസ് അടക്കം പറഞ്ഞാണ് ഇങ്ങനത്തെ ഒരു ഫാക്കൽറ്റി ഇവിടെ വരുന്നുണ്ട്. വളരെ നല്ല ഒരാളാണ്, എന്ത് കാര്യങ്ങളും ചെയ്തോളും, ആക്റ്റീവാണെന്നൊക്കെ. അപ്പൊ തന്നെ മിസ്സിനെ പോയി നമ്മൾ ഇന്റർവ്യൂ കിട്ടിയിരുന്നു. ഒട്ടും തെറ്റിച്ചിട്ടുള്ള മിസ് ഇതുവരെയും എന്നുള്ളതാണ്. ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും നാസിയ നല്ലൊരു എന്താ പറയുക, അതിൻ്റെ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ റോൾ മോഡലാക്കാൻ പറ്റിയ ടീച്ചർ തന്നെയാണ്. ആസ് എ ടീച്ചർ എന്ന രീതിയിലും നിങ്ങളുടെ ഗൈഡ് എന്ന രീതിയിലോ അല്ലെങ്കിൽ ഈവൺ നിങ്ങളുടെ ഒരു പ്രോഗ്രഷൻ ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്ത് നമുക്കിപ്പോൾ ഒരു പേയ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ അവിടെ വെച്ച് ഫിക്സ് ചെയ്യുന്നതല്ല നമ്മുടെ കരിയർ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് നിങ്ങളുടെ ടീച്ചർ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഡെഫിനറ്റ്ലി വി വിൽ മിസ് യു നാസിയ. ബിക്കോസ് എന്താ പറയുക, ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോംസ് എന്നുള്ള ഫ്രെയിമിൽ ഒരാളില്ലാതെ പോകുമ്പോൾ ഞങ്ങൾക്ക് അത് വളരെയധികം വിഷമമുണ്ട്. പൊതുവെ ഞാൻ അല്പം ഇമോഷണലാണ്. പക്ഷേ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ കരയരുത് എന്നൊരു വാശി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കണ്ണ് നിറച്ചിട്ടാണ് ഇവരെന്നെ അവിടെ നിന്ന് വിട്ടത്. സത്യം പറഞ്ഞാൽ അന്ന് അതുവരെ അവർ തന്ന ഗിഫ്റ്റ് ഒന്നും എനിക്ക് സർപ്രൈസ് ആയിരുന്നില്ല. കാരണം പലതും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതും ക്ലൂ എനിക്ക് മുന്നേ കിട്ടിയതുമായിരുന്നു. പക്ഷെ ഇത് ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അതിനുശേഷം കോളേജിലെ അവസാന ദിവസം എൻ്റെ പ്രിയപ്പെട്ട കൊമേഴ്സിലെയും മാനേജ്മെൻറ്റ് സ്റ്റഡീസിലെയും കൊളീഗ്സും എനിക്ക് ചെറിയൊരു ഫെയർവെൽ ഗിഫ്റ്റ് തന്നു. ഒന്നിച്ച് വർക്ക് ചെയ്ത കാലയളവിൽ പലപ്പോഴായിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസ് ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു റിംഗ് ആൽബമാണ് ഈ ഗിഫ്റ്റ് ബോക്സിലെ ഫസ്റ്റ് ഐറ്റം. ഈ ഗിഫ്റ്റ് ബോക്സും പ്രിപ്പയർ ചെയ്തത് സെക്കൻഡ് ഇയറിലെ നിത തന്നെയാണ്. നിത, ഹിബ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന മറ്റൊരു ഗിഫ്റ്റ് എനിക്ക് തന്ന സുഹാന, ഇവരുടെയൊക്കെ ക്രാഫ്റ്റ്സ് ബിസിനസ്സിൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.
നോയ്സ് എന്ന ബ്രാൻഡിൻ്റെ നോയ്സ് ഫിറ്റ് ദിവ വിമൻസ് സ്മാർട്ട് വാച്ച് ആയിരുന്നു ആ ബോക്സിലെ സെക്കൻഡ് ഗിഫ്റ്റ്. ഈ ഒരു വാച്ചാണ് ഞാനിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നത്. അതിനുശേഷം യാത്രയപ്പിൻ്റെ ഭാഗമായിട്ട് സ്റ്റാഫ് ക്ലബ്ബ് തന്ന മെമൻറ്റോ ആണിത്. ഈ ഒരു സമയത്ത് യൂണിവേഴ്സിറ്റി എക്സാം നടക്കുകയായിരുന്നതിനാൽ ഫൈനൽ ഇയർ കുട്ടികളുടെ ക്ലാസ്സിൽ കയറിയിട്ട് യാത്ര പറയാനൊന്നും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു നല്ല രീതിയിലുള്ളൊരു സെൻഡ് ഓഫ് എനിക്ക് തന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അതേ സമയത്ത് സെക്കൻഡ് ഇയറിലെ സുഹാന എന്ന മറ്റൊരു സ്റ്റുഡൻറ് എൻ്റർപ്രണർ ഗിഫ്റ്റ് ചെയ്ത ഫാമിലി പെൻസിൽ പോർട്രേറ്റ് ആണ് ഇത്. ഇവയ്ക്കെല്ലാം പുറമെ ക്രാഫ്റ്റ്സ് ആയിട്ടും ചോക്ലേറ്റ്സ് ആയിട്ടും നല്ല വാക്കുകളിലൂടെയും ഒത്തിരി പേര് എന്നോടുള്ള സ്നേഹം എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്നേഹമെല്ലാം ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നല്ലേ? PG ചെയ്യുന്ന സമയം മുതൽക്ക് എൻ്റെ ഉള്ളിൽ കയറി കൂടിയ ഒരു ആഗ്രഹമാണ് ഏതെങ്കിലും ഒരു വെസ്റ്റേൺ കൺട്രിയിൽ പോയിട്ട് ഹയർ സ്റ്റഡീസ് ചെയ്യണം എന്നുള്ളത്. ഹസ്ബൻഡിനും ഇക്കാര്യത്തിൽ പൂർണ്ണ സമ്മതമായിരുന്നു. പല കാരണങ്ങളാൽ ഞങ്ങളുടെ ഈ ഒരു തീരുമാനം വൈകിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഇപ്പോൾ UK-യിലെ ലണ്ടനിലെ യോർക്ക് സെന്റ് ജോൺ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ഓഫ് റിസർച്ച് ഇൻ മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന കോഴ്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. മോളും ഞാനും ഹസ്ബൻഡും എല്ലാവരും ഒരുമിച്ചുള്ള ആ ഒരു യാത്രയ്ക്ക് ഒരുപാട് തയ്യാറെടുപ്പുകൾ ആവശ്യമായിരുന്നതിനാൽ അമലിൽ നിന്ന് ഞാൻ നേരത്തെ തന്നെ ഇറങ്ങിയെന്ന് മാത്രം. പക്ഷെ ഞാൻ ഇപ്പോഴും മനസ്സുകൊണ്ട് അമലിയൻ തന്നെയാണ്. അത്രയ്ക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് അമലിടം. എൻ്റെ കരിയറിൽ വളരെ വലിയൊരു പങ്കാണ് അമൽ കോളേജ് വഹിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാരും നല്ല ഒരുപാട് ഓർമ്മകളും എനിക്ക് തന്നിട്ടുള്ള ഒരു സ്ഥലമാണ് അമൽ കോളേജ്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് കാലത്തേക്ക് അമലുമായിട്ട് നല്ലൊരു ബന്ധം തന്നെ കാത്തു സൂക്ഷിക്കാൻ ഞാൻ ശ്രമിക്കും. UK-യിൽ ഞാൻ ചെയ്യുന്ന കോഴ്സിനെ കുറിച്ചിട്ടും അതിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ബൈ.